ഓക്കെ ഗായ്സ്, നമ്മളങ്ങനെ രാവിലെ തന്നെ എണീറ്റിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഓട്ടത്തിന് ഞങ്ങൾക്ക് പോകണമല്ലോ, അതിനായിട്ടാണ്. അപ്പം ഞാൻ ഇപ്പോൾ രാവിലെ എണീറ്റിട്ട് തന്നെ കുളിച്ചിട്ടൊക്കെ നമ്മുടെ ഓട്ടം എടുത്തുകൊണ്ട് ഓട്ടത്തിന് പോകാനായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നൈസായിട്ട് ഓട്ടോയിൽ കയറാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സൈക്കിൾ അവിടെ തൊട്ടടുത്ത് ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസായിട്ട് ഒരു വണ്ടി എടുത്തുകൊണ്ട് നേരെ ഗൈസ് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിലോട്ട് പോകും. അവിടെ നിന്ന് ചിലപ്പം മിക്കവാറും നമ്മുടെ ഫോണിലോട്ട് ആരെങ്കിലും വിളിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇടുകയും ചെയ്യാം, അല്ലെങ്കിൽ തൊട്ടടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നേരെ അവിടെ ഓട്ടോ സ്റ്റാൻഡിലോട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഫ്രണ്ടിലോട്ട് പോയിട്ട് അങ്ങോട്ട് നേരെ റൈറ്റിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ, എന്നിട്ട് അവിടെ നേരെ മുകളിലോട്ട് കയറുമ്പോൾ ഒരു ലക്ഷറി ഹൗസാണ്, അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ, നൈസായിട്ട് ഞാൻ അങ്ങോട്ട് എന്തായാലും പോകും. എയർപോർട്ടിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ്. അപ്പോൾ നേരെ നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിലും കാര്യങ്ങളൊക്കെ പോകും. ഓക്കെ, അതിൻ്റെ മുകളിലായിട്ടാണ്. ഓക്കെ, ഓട്ടോ സ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്നൊക്കെ നമ്മളങ്ങനെ ഫൈനലി നമ്മളങ്ങനെ എത്തിയിട്ട് എന്തായാലും ഉണ്ടോക്കെ നമുക്ക് നൈസായിട്ട് ഇവിടെ എന്തായാലും വണ്ടിയും അങ്ങനെയൊക്കെ പാർക്ക് ചെയ്തു. ഇവിടെ ഇപ്പം ഇന്ന് ആരും വന്നിട്ടില്ലെന്ന് തോന്നിയിട്ട്. ഇവിടെ ഇപ്പം ഒരു വണ്ടി പോലും നേരെ കാണാനായിട്ടില്ല. ഓക്കെ, നമ്മളങ്ങനെ അവിടെ ഓട്ടോ സ്റ്റാൻഡിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഓട്ടോറിക്ഷയും പോലും കണ്ടില്ല. ഓക്കെ, നമ്മളാണ് ആദ്യം വന്നത്. ഓക്കെ, നന്നായി വെച്ചാൽ നമുക്ക് കൂടുതൽ ഓട്ടം രാവിലെ തന്നെ കിട്ടും. ഓക്കെ, അവിടെ ഇപ്പോൾ ആരുമില്ല. ചേട്ടൻ വരുന്നുണ്ട്, പുള്ളിക്കാരൻ നമ്മളെ വിളിക്കുന്നുണ്ട്. നമുക്ക് നൈസായിട്ട് ചെന്ന് നോക്കാം. ഹലോ, എനിക്കാണെങ്കിൽ ഒന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് പോകണമായിരുന്നു, കൊണ്ടുവിടും? അനന്താ ചേട്ടാ, വന്ന് കയറി, വണ്ടി കയറി. ശരി. ഓക്കെ ഗൈസ്, നമുക്ക് ഫസ്റ്റത്തെ ഓട്ടം തന്നെ എന്തായാലും കിട്ടിയിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസായിട്ട് നമ്മുടെ വണ്ടി കയറി. ഓക്കെ, ഫസ്റ്റ് നമ്മളാണ് വന്നത്, നമുക്ക് തന്നെ ഓട്ടം കിട്ടി. ആ ഒരു ചേട്ടൻ എന്തായാലും കയറിയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, അപ്പം ചേട്ടന് റെയിൽവേ സ്റ്റേഷനിലാണ് പോകണം. ഓക്കെ, നമുക്കപ്പോൾ നേരെ എന്തായാലും ഫസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ ഈ ഒരു ചേട്ടനെ കൊണ്ടുവിട്ടിട്ട് വരാം. ഓക്കെ, എന്തായാലും അങ്ങനെ നൈസായിട്ട് വണ്ടി എടുത്തുകൊണ്ട് നേരെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ വണ്ടി നൈസായിട്ട് ഇവിടെ നിന്ന് തിരിച്ചിട്ട് നേരെ എടുത്തുകൊണ്ട് പോകാൻ ഗൈസ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നേരെ ഇടോ പതുക്കെ ഓട്ടിക്കടോ, എനിക്ക് പേടിയാവണ്. അയ്യോ ചേട്ടാ, ഞാൻ പതുക്കെ തന്നെ ഓടിക്കണം. ഈ വണ്ടിയുടെ ഒരു പ്ലസ് പോയിൻ്റാണ് ഈ സ്പീഡ് എന്ന് വെച്ചാൽ. അങ്ങനെയാണോ? ഓക്കെ, ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി നമ്മളങ്ങനെ ചേട്ടനെയും കൊണ്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നു. ചേട്ടാ ഇറങ്ങിക്കോ. എത്രേ? ഇവിടെ വരാൻ 120. 120? അത് ഇത്തിരി കൂടുതലാണല്ലോ. സാധാരണ ഞാൻ പണ്ടൊരു ഓട്ടോയിൽ കയറിയപ്പം ഇവിടെ വരെ വരും വെറും 85 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. അത് ചേട്ടാ പണ്ടല്ലേ, ഇപ്പം പൈസയൊക്കെ മാറിയില്ലേ. ചേട്ടക്ക് 120 എടുക്ക്. ശരി, എന്താ വയ്ക്ക്. ഓക്കെ, നമ്മളങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മളങ്ങനെ 120. സത്യം ഇവിടെ ടോട്ടലെല്ലാം കൂടെ ഒരു 100 രൂപയ്ക്കേ വരത്തുള്ളൂ. പണ്ടായിരുന്നു 80-85 രൂപ. ഓക്കെ, ഇപ്പോൾ കൂടി. ഓക്കെ, നമുക്കിനി വേറെ ആരെങ്കിലും ഉണ്ടോ നോക്കാം. ആരെങ്കിലും കൈ കാണിക്കുന്നുണ്ടോ നോക്കാം. ഒരു വേറൊരു ചേട്ടൻ കൈ കാണിക്കുന്നുണ്ട്. അപ്പോൾ നൈസായിട്ട് ആ ഒരു ചേട്ടൻ്റെ അടുത്ത് പോയി ചോദിച്ചു. ഓക്കെ, ചേട്ടാ എവിടെയാണ് പോകണം? എനിക്കാണെങ്കിൽ ഒന്ന് എയർപോർട്ട് വരെ ഒന്ന് പോകണമായിരുന്നു. എയർപോർട്ടാണ് ഒന്ന് കയറി. നമ്മൾ വന്നിടത്ത് തന്നെ എയർപോർട്ടാണ്. ഓക്കെ, ചേട്ടാ വന്ന് കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നൈസായിട്ട് ഈ ഒരു ചേട്ടനെ നമുക്ക് എന്തായാലും എയർപോർട്ടിൽ എന്തായാലും എന്തായാലും വിട്ടിട്ട് എന്തായാലും വരാൻ ഗൈസ്. ഓക്കെ, അപ്പം നൈസായിട്ട് നമുക്ക് വണ്ടി എടുത്തിട്ട് നമുക്ക് ഇവിടെ നേരെ ഇങ്ങനെ തിരിച്ചെടുക്കും. ഓക്കെ, എടോ പതുക്കെ ഓട്ടിക്കും. അയ്യോ സോറി ചേട്ടാ, അത് ഈ വണ്ടിയുടെ ഒരു പ്ലസ് പോയിൻ്റാണ് കേട്ടാ. ഇങ്ങനെ വണ്ടി തിരിക്കുമ്പോൾ ഇങ്ങനെ വണ്ടിയോടെ തിരിയണം. എടോ താനും തന്നെ കൊല്ലുമോ അതോ എന്നെ എവിടെയെങ്കിലും കൊണ്ട് എറിയോ? അയ്യോ ചേട്ടാ, അങ്ങനെയൊന്നുമില്ല, ഞാനൊരു പ്രൊഫഷണൽ ഡ്രൈവറാണ്. ശരി ചേട്ടാ, അത് എയർപോർട്ടെത്തി. ഓക്കെ, ഫൈനലി നമ്മളങ്ങനെ എയർപോർട്ടിൻ്റെ അടുത്ത് ഫൈനലി എത്തിയിട്ടുണ്ട്. ഓക്കെ, ചേട്ടാ അകത്ത് നിർത്തി തരണോ? അകത്ത് നിർത്ത്. എനിക്കാണെങ്കിൽ കാലിൽ നല്ല സുഖമില്ല. ശരി.
ചേട്ടാ ഇവിടെ നിർത്തിയാൽ മതിയാ? ഓ അങ്ങോട്ട് തിരിച്ചേർത്ത്. എന്നാ ഓക്കെ. എടോ താൻ എന്താടോ കാണിക്കണത്? ബ്രേക്ക് കുടിക്കുമ്പോൾ തൻ്റെ വണ്ടിയോടെ തിരിയാണ്. അയ്യോ സോറി ചേട്ടാ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല അതൊരു വണ്ടിയുടെ പ്ലസ് പോയിൻ്റ് ആണെന്ന്. ശരി. എത്ര രൂപയായി? റെയിൽവേ സ്റ്റേഷൻ തൊട്ട് ഇതുവരെ വരാനായിട്ട് 150. 150? എടോ സാധാരണ റെയിൽവേ സ്റ്റേഷൻ തൊട്ട് ഇതുവരെ വരാൻ വെറും 100 രൂപയേ ഉള്ളൂ. എപ്പോഴാണ് 50 രൂപ കൂടിയ? ആ ചേട്ടാ പുതിയ ഇയറൊക്കെ അല്ലേ, അങ്ങനെ കൂട്. പണ്ടായിരുന്നില്ല അതുകൊണ്ട്. ഞാൻ 2 ആഴ്ചക്ക് മുമ്പ് ഒരു ഓട്ടോ കയറിയപ്പം അയാൾ വെറും എൻ്റെ അടുത്ത് 90 രൂപ വാങ്ങിച്ചുള്ളൂ. അത് അയാളൊക്കെ വാങ്ങും. ഞാൻ നല്ല സ്പീഡിൽ നല്ല പെട്ടെന്നാണ് ചേട്ടനെ കൊണ്ട് വിട്ടത്. ചേട്ടൻ കാര്യം ചെയ്യും, ഒരു 120 ഇട്. ശരി 120 പിടി. ഓ എങ്ങനെയെങ്കിലും പറഞ്ഞാൽ അയാളുടെ അടുത്തൊന്ന് 150 അങ്ങനെ ഓക്കെ. പക്ഷെ നടന്നില്ല. സത്യത്തിൽ വില കൂടിയിട്ടൊന്നുമില്ല. പുതിയ വർഷമായാലും പഴയ വർഷമായാലും എല്ലാം കണക്ക് തന്നെ. ഓക്കെ, നമുക്കപ്പോൾ നേരെ അയ്യോ ഒരു ചേച്ചി കൈ കാണിച്ചിരുന്ന കണ്ടില്ല. ചേച്ചിയുടെ ചോദിച്ചോളൂ, വണ്ടിയുടെ സൈഡിൽ നിർത്താൻ. ചേച്ചി എവിടെയാണ് പോണത്? മോനെ എനിക്കാണെങ്കിലല്ലേ ഇവിടെ അടുത്തൊരു വില്ലേജ് ഉണ്ട്, ആ വില്ലേജ് വരെ ഒന്ന് പോകാമായിരുന്നു. വില്ലേജ് വരെ? എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തല്ലേ വില്ലേജ്. ചേച്ചി ഒന്ന് കയറ്. ഓക്കെ, നമുക്കപ്പോൾ നേരെ വില്ലേജ് വരെ പോയിട്ട് വരാം. ഓക്കെ, വണ്ടി കൊണ്ട് കത്തിച്ചില്ല. ഓക്കെ, ഈ ചേച്ചിയുടെ നല്ല പൈസ വാങ്ങും. ചില വില്ലേജ് തന്നെ കിലോമീറ്റർ ഉണ്ട്. എടാ മോനെ നീ എന്താ കാണിക്കണേ? എൻ്റെ അമ്മച്ചി, എൻ്റെ അമ്മേ. സോറി ചേച്ചി, അറിയാതെ ഞാൻ വണ്ടിയുടെ ബ്രേക്ക് കിട്ടിയില്ല. ഞാൻ അറിയാതെ ആക്സിഡൻറ്റ് ചവിട്ടി. എടോ താൻ എന്നെ കൊല്ലാൻ കൊണ്ടുപോകണം. ഇല്ല, ഞാൻ ചേച്ചിയെ ഭദ്രമായിട്ട് എത്തിക്കും. അയ്യോ എന്താണോ താൻ കാണിക്കണേ? താനൊക്കെ എവിടെ നിന്നാ ഡ്രൈവിംഗ് പഠിച്ചേ? അയ്യോ അങ്ങനെയൊന്നുമല്ല ചേച്ചി, ഞാൻ ഒരു പ്രൊഫഷണൽ ഡ്രൈവറാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വണ്ടി ഓടിക്കുമ്പോൾ സ്റ്റണ്ടൊക്കെ കാണിക്കാറുണ്ട്. അതാണ് ഞാൻ കാണിച്ചത്. എൻ്റെ അമ്മ എന്നെ ഇന്ന് എൻ്റെ വീട്ടിൽ കൊണ്ട് എത്തിക്കുമോ അതാ ഹോസ്പിറ്റലിൽ കൊണ്ട് എത്തിക്കുമോ എന്തോ? ചേച്ചി ഇന്നലെ പറഞ്ഞായിരുന്നു. ഒന്നുമില്ല. ചേച്ചി ഏത് വീടാണ്? ഇതാ കാണുന്ന മഞ്ഞ വീട്. ഈ മഞ്ഞ വീടോ? ഇത് തന്നെ. എത്ര ആയടോ? എയർപോർട്ട് തൊട്ട് ഇതുവരെ വരാൻ വേണ്ടിയിട്ട് ഒരു 200 രൂപ. 100 പോലും തികച്ചില്ലായിരുന്നു. വെറും 95 രൂപയായിരുന്നു അവിടെ തൊട്ട് ഇതുവരെ വരാൻ വേണ്ടിയിട്ട്. പക്ഷെ നീ എന്താണ് ഇത്രയും പൈസ വാങ്ങണ? അത് പിന്നെ ചേച്ചി അത് പണ്ടായിരുന്നില്ലേ, ഇപ്പം പുതിയ വർഷമൊക്കെ അല്ലേ, അതുകൊണ്ട്. ഇല്ല എനിക്ക് 100 രൂപ തരാനേ പറ്റുമോ? എന്നൊരു കാര്യം ചെയ്യും, ചേച്ചി ഒരു 150 താ. ഇവിടെ അതൊക്കെ ഭയങ്കര കൂടുതലാണല്ലോ. എന്നൊരു കാര്യം ചെയ്യും, ചേച്ചി 100 രൂപ തന്നിട്ട് പോകും. 120 എടുക്കാൻ പറ്റിയോ നോക്കാം. അവർ ഭയങ്കര പൊങ്ങച്ച പൈസ ആയിരുന്നില്ല എനിക്ക്. കഷ്ടമാണല്ലേ ഗൈസ്, എന്ത് പറയാൻ. പോട്ടെ, നമുക്ക് വണ്ടി എടുത്ത് നേരെ അങ്ങ് കത്തിച്ചുവിടാം. ഓക്കെ, ഇവിടെ ആരുമില്ലേ? ഇവിടെ ഒരു ചേട്ടൻ കൈ കാണിക്കുന്നത്, നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് ഓക്കെ. എന്താ ചേട്ടാ? മോനെ എനിക്കാണെങ്കിൽ ഇവിടെ അടുത്തൊരു വീട് വരെ പോകാനുണ്ട്, വഴി പറഞ്ഞുതരാം. എന്നാ കയറ്. ഓക്കെ, ആ ചേട്ടൻ കയറിയിട്ടുണ്ട്. ഇയാളുടെ നല്ല പൈസ. ചേട്ടാ എങ്ങോട്ടാണ് പോകേണ്ടത്? ആദ്യം നേരെ ഫ്രണ്ടിലോട്ട് പോകും. ഓക്കെ, എന്നിട്ട് അവിടെ നേരെ റൈറ്റിലോട്ട് പോകും. ഓക്കെ, അയ്യോ എടോ എന്താടാ കാണിക്കണേ? എന്നിട്ട് ഈ ഊട്ടേൺ കറങ്ങാം. ഊട്ടേണോ? ഓക്കെ, എന്നിട്ട് ഇവിടെ നേരെ ലെഫ്റ്റിലോട്ട് പോകും. ഓക്കെ, ദാ കാണുന്ന മഞ്ഞ വീടില്ല, അവിടെ നിർത്തിക്കോ. ഓക്കെ. അയ്യോ എന്തോടാ കാണിക്കണേ? സോറി ചേട്ടാ. എത്ര? എല്ലാം കൂടെ ഏകദേശം അവിടെ തൊട്ട് ഇവിടെ വരാൻ വേണ്ടി ഏകദേശം ഒരു 150. എടോ അതിച്ചിരി കൂടുതലാണ് കേട്ടോ. പാവല്ലേ, നിങ്ങൾക്കൊക്കെ ഇതല്ലേ പറ്റുമോ? അതുകൊണ്ട് ഞാൻ തരാം. താങ്ക് യു ചേട്ടാ. ആ ചേട്ടൻ നല്ല ചേട്ടനായിരുന്നു. വഴക്കൊക്കെ പറഞ്ഞാലും പുള്ളി നമുക്ക് കറക്റ്റ് പൈസ തന്നു.
എന്തായാലും പറ്റിക്കണത് അടിപൊളി കേട്ടോ. എന്നുവെച്ചാൽ ഏത് വർഷമായാലും ശരി ഒരിക്കലും ഇത് മാറത്തില്ല. പക്ഷേ നമ്മളുടെ ഐഡിയ കാരണം ഫൈനലി അങ്ങനെ എത്തിയിരിക്കുകയാണ്. നമുക്കങ്ങനെ നൈസായിട്ട് വണ്ടി എടുത്തുകൊണ്ട് നേരെ അങ്ങ് മണ്ടയ്ക്കോട്ട് പോവാം. അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു ചേട്ടൻ കൈ കാണിക്കണേ. എന്താ ചേട്ടാ, എനിക്കിവിടെ അടുത്ത് വരെ ഒരു വീട് വരെ പോകണമായിരുന്നു, കൊണ്ടുപോകാൻ പറ്റുമോ? കയറി അതിനെന്താ, ഞാൻ ഓട്ടത്തിന് വേണ്ടിയിട്ടല്ല രാവിലെ ഇറങ്ങിയത് തന്നെ. ഓക്കെ, ആ ചേട്ടനെ എന്നെ കൊണ്ടുപോയി. ഇന്ന് നല്ല ഓട്ടം നടക്കുന്നുണ്ട് കേട്ടാ. നമുക്കപ്പോൾ നേരെ ഈ വണ്ടി കൊണ്ട് നേരെ പോവാം. ഓക്കെ ഓക്കെ, ഇവിടെ നേരെ ഒന്ന് മുകളിലോട്ട് ഓക്കെ ഓക്കെ, ഇവിടെ നേരെ സൈഡിലോട്ട് പോകാം. ഇവിടെ നിങ്ങൾ നേരെ പോയിട്ട് ഈ കാണുന്ന വീട് ഏത്, ഈ ലെഫ്റ്റ് ഇരിക്കുന്ന വീടില്ലേ ഇതാ. എടാ ആത്തൊന്ന് കയറ്റി തരാം ചേട്ടാ. നിങ്ങൾക്ക് അതുകൊണ്ട് ഇതുവരെ നടക്കാൻ വയ്യേ? മോനെ, ഞാനാണെങ്കിൽ ബൈക്കിൽ നിന്ന് വന്ന് വീണ് എൻ്റെ കാലൊടിഞ്ഞു. ഞാൻ ഡോക്ടർ പറഞ്ഞാൽ അധികം നടക്കല്ലോ. അങ്ങനെയാണ്, സോറി ചേട്ടാ. സാരമില്ല. എത്രയായി? എല്ലാം കൂടെ ഏകദേശം ഒരു 180. 180? സാരമില്ല, ഇതാ പിടിച്ചോ. അതും നല്ല ചേട്ടനായിരുന്നു കേട്ടോ. ചില പുള്ളി കാലയ്യാത്തതില്ല, അതുകൊണ്ട് നമ്മൾ ഇത്രയൊക്കെ കൊണ്ടുവന്നില്ല. അതുകൊണ്ട് 180. സത്യത്തിൽ അത്രയൊന്നുമില്ല. അതുകൊണ്ട് ഇതുവരെ ഒരു 20 രൂപയേ ഉള്ളൂ. ഞാൻ കൂട്ടി ഗൈസ്. ഓക്കെ, എൻ്റെ അമ്മ ഈ വണ്ടിയുടെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി ഇതാണ്. ഒരു ചേച്ചി കൈ കാണിക്കണേ. ചേച്ചി എവിടെയാണ് പോകേണ്ട? മോനെ, എനിക്കാണെങ്കിൽ ഇവിടെ അടുത്താണെങ്കിൽ ഒരു ഗോഡൗൺ ഉണ്ടല്ലോ, അങ്ങോട്ടാണ് പോകേണ്ടത്. ഗോഡൗൺ. ഓക്കെ, കയറി ചേച്ചി കയറി. ഗോഡൗൺ അടുത്ത് എനിക്ക് അറിയിക്കും. ഗോഡൗൺ അപ്പുറത്താണ് വീട്. ഇവർക്ക് അതൊട്ട് ഇതുവരെ നടക്കാൻ വയ്യേ? അത് പിന്നെ മോനെ, എനിക്കാണെങ്കിൽ കാല് വലിയ സുഖമില്ല. എനിക്കാണെങ്കിൽ ഒരു ആക്സിഡൻ്റൊക്കെ ഉണ്ടായി. അപ്പം എൻ്റെ കാല് പൊട്ടിപ്പോയി. അങ്ങനെയാണ്, സോറി ചേച്ചി. സാരമില്ല. ഇതെന്താ എല്ലാവർക്കും കാലും കൈയും കാലൊന്നും വയ്യേ? ഗോഡൗൺ തൊട്ടടുത്ത് തന്നെയായിരുന്നു. നൈസായിട്ട് ഗോഡൗണിൻ്റെ അടുത്ത് വരാം. ഓക്കെ മോനെ, ആ മണ്ടയ്ക്കൊന്ന് നിർത്തി തരണേ. അതിനെന്താ ചേച്ചി? എവിടെ ഇത്? ഇവിടെ മതിയാ? കുറച്ചുകൂടെ ഫ്രണ്ടിൽ. മതി 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 ധാരാളം. എത്രയും മോനെ? ചേച്ചിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ വെറും 100 രൂപ വാങ്ങണുള്ളൂ. 100 രൂപ ഇച്ചിരി കൂടുതലാണല്ലോ ചേച്ചി. ഞങ്ങൾക്കൊക്കെ ജീവിക്കണ്ടേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ശരി വെച്ചോ. അത് കറക്റ്റ് 100 അട്ടി അടിപൊളി. ഇതിൽ വെറും 10 രൂപയേ ഉള്ളൂ കേസ്. അത് തൊട്ട് ഇതുവരെ വരാം. ഓക്കെ, എൻ്റെ നമ്മുടെ ബുദ്ധി അപാരം തന്നെ. ഓക്കെ, ഇന്നിപ്പോൾ ഏകദേശം നല്ല ഓട്ടോ ഒക്കെ നമ്മൾ ഓടിയിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് വണ്ടിയും കൊണ്ട് നമുക്ക് ഇന്നത്തെ പൈസ വെച്ച് ഫുഡൊക്കെ കഴിക്കാം. ഓക്കെ, ഫുഡ് മാത്രമല്ല, ഈ പൈസ വെച്ച് എനിക്ക് ഇതിൻ്റെ ലോണും അടക്കണം, ഈ ഒരു ഓട്ടോയുടെ. ഒക്കെ അല്ല ഗൈസ്, ഇതെന്താണ് എൻ്റെ ഫോണിലൊരു മെസ്സേജ് വന്നേക്കണ്? നൈസായിട്ടൊന്ന് നോക്കട്ടെ. ഫോണിൽ നൈസായിട്ടൊരു മെസ്സേജ് വന്നേക്കണം. ഓക്കെ ഗൈസ്, നൈസായിട്ട് പണിപ്പാളി. നമ്മളാണെങ്കിൽ നേരത്തെ ആണെങ്കിൽ ഒരു ചേച്ചിയെ കൊണ്ടാണെങ്കിൽ നേരത്തെ പോലെ. അപ്പോൾ അവരാണെങ്കിൽ പൊങ്ങച്ചം കാണിച്ചാണെങ്കിൽ വെറും 100 രൂപയിൽ നമുക്ക് തന്ന. അപ്പോൾ ആ ചേച്ചിയെ കൊണ്ട് പോയപ്പോൾ ഞാൻ നൈസായിട്ട് വണ്ടി ഇടിക്കുകയും ചെയ്ത്, അതല്ലാതെ തന്നെ തട്ടുകയൊക്കെ ചെയ്തില്ലേ. ആ ചേച്ചി ഗൈസ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്ത്. നമുക്ക് ടോട്ടൽ എല്ലാം കൂടെ അവരെ നമ്മളിങ്ങനെ വണ്ടി ഇങ്ങനെ ആടിയപ്പോൾ അവരെ തല കൊണ്ട് ഇടിക്കുകയും ചെയ്തു. അവരാണെങ്കിൽ വീട്ടിൽ ചെന്നിട്ടാണെങ്കിൽ ചുമ്മാ അന്ന് കിടന്നപ്പോൾ അവരെ തലയിൽ നല്ല പൊട്ടലുണ്ടെന്നൊക്കെയാണ് പറയണത്. എനിക്കറിയത്തില്ല. അപ്പം നമുക്ക് നൈസായിട്ട് പണി കിട്ടി ഗൈസൊക്കെ. അയ്യോ, മൊത്തമെല്ലാം കൂടെ 10,000 രൂപ ഫൈനുണ്ട് ഗൈസ് പോലീസ് സ്റ്റേഷനിലൊക്കെ. അപ്പോൾ ഗൈസ്, അപ്പം ഇതിൻ്റെ ഒരു പാർട്ട് 2 ഉടനെ ഇടുന്നതാണ്. എൻ്റെ ചാനൽ ഒരു ആരെങ്കിലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.